അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ നല്ല രീതിയിൽ കോമഡി ഉണ്ട്, നോവിയുണ്ട്. പിന്നെ അസീസൊക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അനശ്വരയുണ്ട്. അനശ്വര കൊച്ചു പിള്ളേരെ പോലെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു മരണ വീട്ടിലെ സംഭവമാണ് അത്. അവസാനം അത് കത്തിക്കുന്ന രംഗം വരെയാണ്. അത് നമ്മൾ കാണണം, കണ്ടാലേ നമുക്ക് ആ രസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രത്തോളം നല്ല രീതിയിൽ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പുതിയ പുതിയ ഡയറക്ടർമാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അഭിമാനിക്കുന്നു. കാര്യം നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. പഴയ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ അഭിനയിച്ച ഒരു വലിയ നടന്മാരും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. നല്ല മൂവിയാണ്. കുഴപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലെന്ന് പറയാം. നെഗറ്റീവ് കൊള്ളൂല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞ് കൊന്നനായിരുന്നു. പക്ഷെ കൊള്ളാം. കോമഡിയാണ് ഏറ്റവും കൂടുതൽ. ചിരിച്ച് ജരം പോലെ പൊട്ടി. ആ ഒരു വരും ഒരു കഴിയാനായിട്ടുള്ളൊരു പയ്യ അഭിനയിച്ചു. എൻ്റെ പേരെനിക്കറിയില്ല. പുള്ളി നല്ല രീതിയിൽ കോമഡി വർക്കായിട്ടുണ്ട്. അനശ്വര ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വരയുടെ കൂടെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നല്ല എനിക്ക്. കാരണം ചെറുതായിട്ട് ഒരു കാവുകരായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് അങ്ങനെ, അതായത് ഈ പടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതേപോലെ ഒരു ചെറിയ റോളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയാൽ. അനശ്വര അടിപൊളിയല്ലേ. എനിക്ക് ഒന്ന് ഞാൻ അഭിനയിക്കണമെങ്കിൽ അവരോട് അഭിനയിക്കുള്ളൂ. പിന്നെ നാളെ നല്ലൊരു നടനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നായിക അനശ്വര വേണം, എന്നാലേ പറ്റുള്ളൂ. കൊച്ചു പടമാണ്. കാസ്റ്റിംഗ് വളരെ നല്ലതാണ്. തമാശ ഉണ്ട്. എന്റർടൈൻമെന്റ് എല്ലാം നല്ല കാസ്റ്റിംഗ്. 100% എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ തമാശ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. ഓക്കെ.